Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ WWE പ്രോഗ്രാമിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി 3 ആഴ്ച കൂടെ ഉള്ളൂ റെസൽമേനിയക്ക്. ഈ ആഴ്ചത്തെ WWE ഇനി 3 ആഴ്ചയും കൂടി ഉള്ളതിന്റെ ഒരു ഏകദേശം കാർഡുകളെല്ലാം ഫൈനലൈസ് ആയി, റെസൽമേനിയക്കുള്ള കാർഡുകളെല്ലാം ഫൈനലൈസ് ആയി വരുന്ന ഒരു ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. കുറച്ചധികം നമുക്ക് ഈ ആഴ്ചകളിൽ ബിൽഡായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ കാര്യങ്ങളും US ടൈറ്റിലിന്റെ കാര്യങ്ങളും അങ്ങനത്തെ പല ചാമ്പ്യൻഷിപ്പിന്റെതും പല മാച്ചസും ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്മാക്ക് ഡൗണിലും പ്രോയിലും ഒക്കെ ആയിട്ട്. ആക്ച്വലി അതൊരു നല്ലൊരു വീക്ക് തന്നെയായിരുന്നു ആസ് എ പ്രോ റെസ്ലിംഗ് ഫാൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് ബ്ലഡ് ലൈനും അതായത് റോമൻ റെയിൻസും ജിയംബഗുമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. വളരെയധികം സ്റ്റാൻഡ് ഔട്ട് ആയിരുന്നത്. ഇപ്പം അവരത് എൻറ്റയർ റെസൽമേനിയ അവർ ക്യാരി ചെയ്യാനുള്ള ഒരു പരിപാടിയാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും. ഡേ ടു മിക്കവാറും റോമൻ സിയംബങ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പോകുക. അത് നല്ലൊരു സെഗ്മെന്റ് തന്നെയായിരുന്നു ഓവറോള്. ആദ്യം സിയംബങ് വന്ന് സംഗതി പറഞ്ഞു, സിയംബങ് ഗ്രൂപ്പായിട്ടല്ല, പുള്ളി ഒറ്റയാൾ പോരാട്ടമാണ്, നിങ്ങളെ ബ്ലഡ് ലൈനെ പോലെ അല്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു പുള്ളിയുടെ ഒരു പ്രോമോസും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അതുപോലെ തന്നെ റോമൻ ആ ഒരു പ്രായത്തിന്റെ സിയംബങ്ങിന്റെ പ്രായത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം, ഓൾഡ് ഏജ് ആയി എന്നുള്ളത്. പക്ഷെ സംഗതി ആയിരുന്നു, സംഗതി അത്യാവശ്യം നൈസ് ഒരു സെഗ്മെന്റ് ആയിരുന്നു. അത്യാവശ്യം നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ഫ്യൂഡ് കണക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാരുമായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഇതാണ്, ആൾക്കാർക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇത് വന്നപ്പം ഒരു ഇതുണ്ടായിരുന്നു, അയ്യോ ഇതിപ്പം ഈ ഫ്യൂഡ് കണക്ട് ആവും എന്നുള്ളത്. പക്ഷേ ഈ സിയംബങ്ങിന്റെ സ്റ്റോറി ടെല്ലിംഗ് നല്ലതായിട്ടുള്ളതുകൊണ്ട്, പിന്നെ പ്രോമോ ക്യാരി ചെയ്യുന്നത് പങ്ക, അതിന്റെ ആ ഡിഫറൻസ് നമുക്കറിയാം. അപ്പം അതിൻ്റെതായ ഒരു ആൾക്കാർക്ക് ഒരു കണക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ ആര് നല്ലവൻ ആര് ചതിയെന്നുള്ള രീതിയിലല്ല, ഇതിലാണ് ആര് ഡോമിനന്റ് അല്ലെങ്കിൽ ആരാണ് അത് ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്യൂഡിലോട്ട് ഇത് പോകുന്നത്. അതും നല്ലൊരു കാര്യം. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം ഫ്യൂഡുകളെല്ലാം ഒരുത്തൻ നല്ലവനും ഒരുത്തൻ ചതിയനും എന്നുള്ള രീതിയിലായിരിക്കും. ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യം ഇടേണ്ട കാര്യമില്ല. ഇത് 2 പവർ ഹൗസസ് അല്ലെങ്കിൽ ഇത് ടൈറ്റൻസിന്റെ ഒരു ഫ്യൂഡ് പോലെയാണ് ഇപ്പൊ അത് മുന്നോട്ട് പോകുന്നത്. അതെ. പക്ഷേ സംഗതി ആക്ച്വലി നൈസായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. സംഗതി നൈസായിട്ട് തന്നെ അവർ ഇത് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുണ്ടായിരുന്നു ജെയും ജിമ്മിയും വിഷനുമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതൊരു വിഷനുമായിട്ടുള്ളത്. പക്ഷെ LA നൈറ്റ് ഇന്റർഫിയർഡ് ആയി. ബ്രാസ്നക്കിള് നമ്മുടെ ലോഗൻ പോളിന്റെ ബ്രാസ്നക്കിള് LA നൈറ്റ് പിടിച്ചു വാങ്ങി ജെയ്ക്ക് കൊടുത്തു. ജെയ്യ് ഓസ്റ്റിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ആ മാച്ച് ഡിസ്ക്വാളിഫൈ ആയി. പക്ഷെ അതും ഇതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജെയും ജിമ്മിയും ഉസോസ് വേഴ്സസ് വിഷൻ ആയിരിക്കാം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു മൾട്ടി ഫ്യൂഡ്. ഇപ്പം ഇവരാണേലും ലോഗൻ പോൾ ആണെങ്കിലും മറ്റേ ടോം ബ്രേഡി എന്ന് പറഞ്ഞ ഒരു NFL പ്ലെയർ ഉണ്ട്, അവനുമായിട്ട് ചെറിയൊരു സട്ടിൽ ഫ്യൂഡ് പോകുന്നുണ്ട്. ഞാൻ അതിനകത്ത് എന്തെങ്കിലും അവർ വന്ന് എന്തെങ്കിലും ഇന്റർഫിയർ ആകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതിനകത്ത് LA നൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്റ്റക്കായിരിക്കുന്നത്. LA നൈറ്റിന്റെ ഫ്യൂഡ് എങ്ങനെയാവും എന്നുള്ളതാണ്. LA നൈറ്റിന്റെ ഒരു റെസൽമേനിയയിൽ പുള്ളിക്കുള്ള എന്നതായിരിക്കും എന്നുള്ള ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല. അതെ. അതുപോലെ സെത്ത് റോളിൻസിന്റെ കഴിഞ്ഞ 2 വീക്കിൽ വന്ന പോലെ തന്നെ സെത്ത് റോളിൻസിന്റെ പടയാളികളും എല്ലാവരും കൂടെ വന്ന്, പക്ഷെ നമ്മുടെ പോൾ ഹെയ്മനെ അറ്റാക്ക് ചെയ്തു ഫ്രം ബിഹൈൻഡ്. പിന്നെ സെത്ത് റോളിൻസിനെ ആക്ച്വലി ഇത് ചെയ്തോണ്ട് പോയി അല്ലേ, നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ലിയർ ആയതുകൊണ്ട് ആ ഒരു സംഗതി എന്തോ രീതി ചെയ്ത് തീർക്കുന്നുണ്ടെന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മളിതൊരു കേട്ടു, നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവൻ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രോൺസൺ റീഡ് തിരിച്ച് പെർഫോമൻസ് സെന്ററിൽ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെ, പക്ഷെ അത് എന്തുമാത്രം റെസൽമേനിയയിലോട്ട് അറിയാൻ വരുമോന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ഇഞ്ചുറി അവന് പറ്റിയത്. 3 ആഴ്ച കൊണ്ട് തിരിച്ചു വരുമോ എന്നുള്ളത്. ഇപ്പം അവർക്കും ഇപ്പൊ ഈ സെത്ത് റോളിൻസ് ഫ്യൂഡ് കൊണ്ടുപോവുകയും ചെയ്യണം. ഇപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഒത്തിരി ഫിസിക്കൽ ഓൾട്ടർക്കേഷൻ ഒന്നും ഇല്ലാതെ റെസൽമേനിയത്തേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ മാക്സിമം ശ്രമിക്കുന്നത്. ഇതിപ്പം അത് നമുക്ക് കണ്ടറിയണം അത് എങ്ങനെ അവരത് ഫിഗർ ഔട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതെ. അതുപോലെ തന്നെ ഇന്റർകോണ്ടിനൽ ടൈറ്റിൽ പെന്റ ഡിഫീറ്റ് ചെയ്തു ആക്ച്വലി ഡൊമിനിക് മിസ്റ്റീരിയോയെ. അതിൽ ഫിൻ ബാലറിന്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഫിൻ ബാലർ ആക്ച്വലി ഡൊമിനിക് മിസ്റ്റീരിയോ ആയിട്ടുള്ള ഫ്യൂഡ് മുന്നോട്ട് അവർ കൊണ്ടുവന്നു. റെസൽമേനിയയിൽ എന്തായിരിക്കും നമുക്കറിയില്ല. മോസ്റ്റ് ലൈക്ലി നമുക്ക് ട്രിപ്പിൾ എ മെഗാ ചാമ്പ്യൻഷിപ്പിന്റെ ഇതിലായിരിക്കും അവരൊരു ഇത് ചെയ്യുന്നത്. ഫിൻ ബാലർ എന്താണെന്ന് അറിയില്ല. അതാണ് റൂമർ വന്നേക്കുന്നത്. മെഗാ ടൈറ്റിൽ ആയിരിക്കും ഡോം വേഴ്സസ് ഡീമൻ ബാലർ ചിലപ്പം കാണുമെന്നൊക്കെ പറയുന്നു, അറിയത്തില്ല. അങ്ങനെ വന്നാൽ നല്ല നൈസ് ആയിരിക്കും. ബാലറിന് ഒരു ഡിഫറെന്റ് അപ്രോച്ച് വരട്ടെ. കുറെ നാളായല്ലോ ഡീമനെ ഇറക്കിയിട്ട്. അതെ.
എൻറ്റയർ ഒരു സെറ്റപ്പ് മാറും. ഡീമൻ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഹോപ്പ്ഫുള്ളി സംഗതി എൻറ്റയർ ഒരു പിക്ചർ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. അതുപോലെ തന്നെ ലെസ്നർ വന്ന് ആക്ച്വലി സംഗതി ഇതായി സ്റ്റേജിൽ വന്നു, റിംഗിൽ വന്നിട്ട് ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് ഓബാഫെമി വന്നു. നമ്മൾ ഓബാഫെമി വന്നപ്പോഴത്തേന് ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ലെസ്നർ അവരൊരു ഇടിച്ച് പൊളിക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഓർത്തായിരുന്നു. പക്ഷെ സംഗതി ഫെമി എടുത്ത് ഓബ എടുത്ത് നേരെ താഴോട്ട്. അതെ നമ്മൾ പ്രതീക്ഷിച്ചില്ല സംഗതി അങ്ങനെ ഓവർ. അതായത് ലെസ്നർ ഒബെ ഇങ്ങനെ പുഷ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ മൈൻഡിൽ ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും എസ്പെഷ്യലി ലെസ്നർ ആയിട്ട്. ഇപ്പൊ ലെസ്നർ ആണെങ്കിൽ എന്നാണെങ്കിലും അവർ ആ പ്രോമോ കട്ട് ചെയ്തോ അങ്ങനെയാ. ഓക്കെ, എല്ലാവരും വരും, ഓക്കെ ഇതാണ് ഇനി നെക്സ്റ്റ് ബിഗ് തിങ്, ലെസ്നറിന് ശേഷമുള്ള നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ള രീതിയിൽ പലരെയും എല്ലാവരും മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും അല്ല, ലെസ്നർ തന്നെ എന്നുള്ള രീതിയിൽ, വേറെ ആരും ഇല്ല ഈ ജംഗിൾ എന്നുള്ള രീതിയിലാണ് അവർ ആ പ്രോമോ ചെയ്തത്, പോൾ ഹേമൻ പ്രോമോ ചെയ്തത്. അപ്പം ഞാനാണെങ്കിലും ഇപ്രാവശ്യം ഈ ആഴ്ച ഫെമി വന്നപ്പോൾ ഞാൻ ഓർത്തു ലെസ്നറിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ളത്. പക്ഷെ അവർ ആ രീതിയിൽ ഫെമി ഇച്ചിരി ഡോമിനന്റ് ആണ്. ഓക്കെ, ബ്രോക്കിന് പ്രായമായില്ലെങ്കിൽ ഇനി ഫെമിയാണ് ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ മനസ്സിലൊരു ഇത് കൊടുക്കാനായിട്ട് അത് അങ്ങനെ ഒരു സട്ടിൽ പെർഫോമൻസ് നല്ലതാണ്. അപ്പം ഒരുപക്ഷെ ഇത് കഴിയുമ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ ബ്രോക്ക് ഒരു റിട്ടാലിയേഷൻ ചെയ്തേക്കാം. എന്നാലും ഫെമി ഇച്ചിരി സ്ട്രോങ് ആണെന്ന് ആൾക്കാർ കൊള്ളാം എന്നുള്ള രീതിയിൽ ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെ. ഒരിക്കലും ഒരു ബെറി ചെയ്യുന്ന സംഗതിയിലോട്ടായി പോയില്ല. സംഗതി എന്താണെങ്കിലും നൈസായിട്ട് അതങ്ങ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു ഇതിൽ ഈവൻ ഇനി 3 വീക്സും കൂടെ ഉള്ളൂ. പക്ഷെ ഹോപ്പ്ഫുള്ളി അതൊരു ഇപ്പം അതും ഒരു നല്ലൊരു കാർഡായിട്ട് നമുക്ക് തോന്നുന്നു. ഓൾറെഡി ഒരു രണ്ട് പവർ ഹൗസസ് അല്ലെ, രണ്ട് ടീമും കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ അത് പറയുന്നത് നമുക്കിപ്പം നോർത്ത് അമേരിക്കൻ ടൈറ്റിൽ NXTയുടെ ഒരു ഗോഡറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അതെ, നമ്പർ 1 കണ്ടന്ററിന്റെ മാച്ച് ഉണ്ടായിരുന്നു. അത് സർപ്രൈസിംഗ്ലി നമുക്ക് ജോണി ഗാർഗോ അതിനകത്ത് 5th എൻട്രന്റ് ആയിരുന്നു. 5th എൻട്രന്റ് ജോണി ഗാർഗോ ആണ് വിക്ടോറീസ് ആയി. അപ്പം ജോണി ഗാർഗാനോയും പിന്നെ മൈൽസ് മോണുമായിട്ട് NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് അത് നൈസാ. അപ്പം ജോണി ഗാർഗാനോ എപ്പോഴും NXTയിലെ ജോണി ഗാർഗാനോ ഇപ്പൊ കണ്ടിട്ട് ഇപ്പം ഈ മെയിൻ റോസ്റ്റർ മാത്രം കാണുന്നവർക്ക് ജോണി ഗാർഗാനോ ആരെന്ന് അറിയണമെങ്കിൽ NXT കാണുന്നത് നല്ലതായിരിക്കും. അവർക്ക് അറിയാൻ പറ്റും ജോണി ഗാർഗാനോ ആരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവന്റെ ആ ഒരു ഇപ്പോഴത്തെ സ്ലൗച്ച് മാറാനായിട്ടൊക്കെ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ ഞാൻ ആരാണെന്ന് അവന് തന്നെ റിയലൈസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റോറി ആയിരിക്കും ഒരു. പക്ഷേ അതുപോലെ തന്നെ ഇപ്പം മെയിൻ റോസ്റ്റർ അവനൊന്നും ഇല്ലെങ്കിൽ NXTക്ക് ഒരു പുഷിന് വേണ്ടിയും ഇതുപോലുള്ള മെയിൻ റോസ്റ്റർ ആൾക്കാരെ കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയും നമുക്ക് കാണാം. അത് മാത്രമല്ല നല്ല അടിപൊളി മാച്ച് ആയിരിക്കും. മൈൽസ് ബോണും അടിപൊളി പെർഫോമറാണ്. ഇതുപോലെ ജോണി ഗാർഗാനോയുടെ കൂടെ അവനൊരു മാച്ച് കിട്ടുന്നത് നൈസാണ്. രണ്ടുപേരുടെയും ഒരു ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് നൈസായിട്ട് അത് പൊക്കോളും. അതെ. പിന്നെ NXT മെൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ന്യൂ നമ്പർ 1 കണ്ടന്റേഴ്സ് ലോസ് അമേരിക്കാനോസ് ആണ്. അത് നമുക്ക് പറയേണ്ട ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു സീറ്റ് ചാമ്പ്യൻ ആയ ബ്രണ്ട് സെൻക്ലെയറും കെന്റൽ ഗ്രേയും നമ്മുടെ ഫേറ്റൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു തീ പാറിക്കുന്ന മാച്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു ഹൈ എനർജി ടാഗ് ടീം മാച്ച് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കൊള്ളായിരുന്നു. അതെ നൈസായിട്ട് അവര് കൊണ്ടുപോയി. അത് ഇപ്പം ആ മാച്ച് അടിപൊളിയാണ്. NXT കെന്റൽ ഗ്രേ നൈസ് ഒരു പെർഫോമറാണ്. അത് NXT അവളൊരു എൽബോ അടിച്ചായിരുന്നു നമ്മുടെ പഴയ അൻഡ്രാഡെ ചെയ്യുന്നത്. അത് അൻഡ്രാഡെ ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി മാച്ചായിരുന്നു. അത് കണ്ടിരിക്കാൻ തന്നെ അടിപൊളി. ഇവർ രണ്ടുപേരും എന്തൊരു അടിപൊളി ടെക്നിക്കൽ റെസ്ലേഴ്സ് അതിനകത്തൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാനൊരു കറക്ഷൻ പറയാനുണ്ട്. ഇപ്പൊ ലോസ് അമേരിക്കാനോസ് ടാഗ് ടീം നമ്പർ 1 കറ്റൻഡേഴ്സ് അല്ലായിരുന്നു. അതായത് അവര് ടൂർണമെന്റ് നടത്തും അല്ലെ. ഇപ്പൊ ആക്ച്വലി ബർത്ത് റൈറ്റുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ സംഗതി അവർക്ക് മാച്ച് ഉണ്ട്. ശരിയാ, കഴിഞ്ഞ വീക്കിൽ ബർത്ത് റൈറ്റ് വിക്ടറീസ് ആയി. ഈ പ്രാവശ്യം അത് ടൂർണമെന്റ് ആയിരുന്നു. ഞാൻ ആ കാര്യം മിസ്സായി പോയി. ടൂർണമെന്റ് ആയിരുന്നു. അതെ. പിന്നെ ഉള്ളത് മെയിനായിട്ടും സാറിയ സോൾറൂക്ക ഫ്യൂഡ്. അവരത് എങ്ങനെയാ ഇത് ചെയ്യുന്നുള്ളത് അടിപൊളി. ആ ഒരു പ്രോമോ നല്ല സെഷൻ ആയിരുന്നു. അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ആൾക്കാർ സോൾറൂക്കെ ബൂയായിരുന്നു. അതായത് സാരിയക്കാണ് ശരിക്കും ഇപ്പോൾ ഒരു സപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് പക്ഷേ ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഒരു എന്താ പറയുന്നത്, സോൾറൂക്കയ്ക്ക് ഒരു ചെറിയൊരു ഹീൽ ടേൺ വേണേൽ പുഷ് ചെയ്യാം. അതിപ്പോൾ മെയിൻ റോസ്റ്റോട്ട് പോകുന്നുണ്ടോ എന്ന് നടക്കുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അവരിപ്പോൾ ഉടനെ പക്ഷെ ആ ഒരു സ്റ്റൈലോട്ടാണ് പോകുന്നത്. സാറിയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ സപ്പോർട്ട്. അത് നല്ലൊരു ഇതിനകത്തെ ഫ്യൂഡിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂഡിനകത്ത് ഇപ്പോൾ സാറിയ ആ പ്രോമോയിൽ സാറിയാണ് വിൻ ചെയ്തത്. അവൾ പറഞ്ഞു നീ ഞാൻ നിന്റെ വില്ലനല്ല, അല്ലെങ്കിൽ സോൾറൂക്ക പറഞ്ഞു നീ എന്നെ വില്ലനാക്കുകയാ. അപ്പം സാറി പറഞ്ഞു വില്ലനല്ല, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിൽ ആ ഒരു പ്രോമോ അങ്ങ് എൻഡ് ചെയ്തിട്ട് അവളങ്ങ് പോയി. അത് നല്ലൊരു കാര്യം. അത് സ്റ്റാൻഡ് ആൻഡ് ഡെലിവറിലേക്ക് ഒരു നല്ലൊരു ഫ്യൂഡ്, ഹൈ എനർജി ഒരു ഫ്യൂഡിന്റെ ഒരു കൾമിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത്ര നാളത്തെ പക വീട്ടുന്ന ഒരു രീതിയിൽ അതിലോട്ട് അത് ആ ഒരു അവരുടെ ഇപ്പൊ സാറിയ അടുത്ത നെക്സ്റ്റ് സാറിയയുടെ ഡെവലപ്മെന്റിനും ഒക്കെ ആയിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതെ തീർച്ചയായിട്ടും. പിന്നെ അടുത്ത മാച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നെന്ന് വെച്ചാൽ മാച്ചല്ല, നമുക്കൊരു ഇതുണ്ട്. നെക്സ്റ്റ് വീക്കില്
ഫീറ്റൽ 4-way NXT ടൈറ്റിൽ മാച്ച് റിക്കി സെയിൻസ്, ടോണി ഡിയാഞ്ചലോ, ഈത്തൻ പേജ്, ജോ ഹെൻറി സ്കാൻ ഡെലിവറിൽ മാച്ച് ഉണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി മാച്ച് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നാല് പേരും ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് ഇപ്പം നിലവിലുള്ള NXT-യിൽ അല്ലെ. അതെ അതെ, NXT-യിലെ ടോപ്പ് പെർഫോമൻസും ആണ്. അത് തന്നെ ഇപ്പം മെയിൻ റോസ്റ്ററിൽ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം പലർക്കും ഒത്തിരി ഐഡിയ ഇല്ലാത്ത ഒരാളായിരിക്കും ടോണി ഡിയാഞ്ചലോ. പക്ഷേ ടോണി ഡിയാഞ്ചലോ വർഷങ്ങളായിട്ട് NXT-യിലുള്ളതാണ്. അതിന്റെ അളിയനൊക്കെ പണ്ടേ ഇപ്പം മെയിൻ റോസ്റ്ററിൽ പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ ഒരു പക്ഷേ അവനെ ഒരു ഫൈനൽ ബോസ് എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ അവൻ്റെ ഒരു ക്യാരക്ടർ. അപ്പം ഒരു പക്ഷേ NXT ടൈറ്റിലും കൂടെ അവൻ എടുക്കാനായിരിക്കും ഒരു പക്ഷെങ്കിൽ ഇനിയുള്ള പ്ലാൻ, അറിയത്തില്ല. ഒത്തിരി ആയി ശരിക്കും പറഞ്ഞാൽ, ഇപ്പം ഒത്തിരി ആയി. ടോണി ഡിയാഞ്ചലോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എത്ര പേരായിരുന്നു അത് കഴിഞ്ഞിട്ടല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റേ ഗ്രേസൺ വാലർ ഒക്കെ ആ ഒരു ടൈം തൊട്ടേ ടോണി ഡിയാഞ്ചലോ ഉണ്ട്. പിന്നെ എത്ര അവന് NXT-യിൽ തന്നെ ഡെബ്യൂ ഇട്ട വർഷം കുറെ ആയി. 2020 അളിയാൻ സൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിൽക്കുന്ന 5 വർഷത്തോളമായി. അതെ, നമുക്ക് 5 വർഷത്തോളം ഇതിന്റെ കണക്ക് പറയുമ്പോൾ ഇപ്പൊ NXT ന്യൂലി ഫോളോപ്പ് ചെയ്തതാണ് നമ്മുടെ ട്രിക് വില്യംസിന്. അതൊരു സംഗതി ഇത് പറയാം. ട്രിക് വില്യംസിനെ ആയിട്ട് ബാക്ക് സ്റ്റേജ് ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ട്രിക് വില്യംസ് ആക്ച്വലി റെസിൽമേനിയയിൽ ഒരു മാച്ച് കാണും എന്നുള്ള രീതിയിൽ നിക്ക് പറഞ്ഞു. അപ്പം അന്നേരത്തേന് സാമി ഇടയ്ക്ക് വന്നു. അപ്പം സാമിക്ക് എന്താണ് പ്ലാൻ എന്നുള്ള രീതിയിൽ സാമി നിന്നു. അതേ സമയത്ത് നമുക്കറിയായിരുന്നു കാർമെലോ ഹെയ്സിന് ഓപ്പൺ ചലഞ്ച് ഉണ്ടായിരുന്നു. കാർമെലോ ഹെയ്സിന്റെ ഓപ്പൺ ചലഞ്ചിൽ സാമി ആക്ച്വലി അക്സെപ്റ്റ് ചെയ്തു. അതൊരു നൈസ് മാച്ച് ആയിരുന്നു. ഒരു ഫോർമർ US ചാമ്പ്യനും കറന്റ് US ചാമ്പ്യനും ഉള്ള ഒരു നൈസ് മാച്ച് ആയിരുന്നു. അതിനകത്തെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാമിയോട് നിക്കാളിസിനോട് സാമി ചോദിച്ചായിരുന്നു, എനിക്ക് റെസൽമേനിയ മാച്ച് ഒന്നും ഇല്ലേ, അപ്പം അൺഫോർച്യുനേറ്റ്ലി നിനക്കൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ, ഞാൻ റെസൽമേനിയ ഒരിക്കലും മാച്ച് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ സാമി പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ട്രിക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ച് പോയി. അത് കഴിഞ്ഞ് സാമിയുടെ മാച്ചിനാണെങ്കിൽ ട്രിക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അത് കാർമലോയ്ക്കിട്ട് കൊള്ളുന്നു. പക്ഷേ ആ അവസരം സാമി മുതലെടുക്കുന്നു. കാരണം സാമിക്ക് എങ്ങനെയാലും റെസൽമേനിയ കാടിക്കയറണം. അതിന്റെ ഒരു അവസരം മുതലെടുത്തു എന്നുള്ള രീതിയിലൊക്കെ സാമിയുടെ ഒരു ചെറിയൊരു ഹീൽ സൈഡിലോട്ട് സാമിയെ പുഷ് ചെയ്യുന്ന രീതിയിൽ എന്തും ചെയ്ത് അവന് റെസൽമേനിയെ കൊണ്ടുവരണം, റെസൽമേനിയയിൽ എത്ര എന്നുള്ള രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവൻ എടുത്തതുപോലെയുള്ള രീതിയിലോട്ട് ആ സ്റ്റോറി അത് സട്ടിലാണ്, വളരെ സട്ടിലാണ്. അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് എങ്ങനെ ഇത് ജയിക്കണം എന്നുള്ള രീതി അവസാനമായി അതുകൊണ്ട് എത്തിച്ചു. അത് കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ അനൗൺസ് ചെയ്തു ട്രിക് വേഴ്സസ് സാമി ആയിരിക്കും US ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടെന്ന്. പക്ഷെ അത് കാർമലോയെ അതിനകത്ത് വിളിച്ചടിക്കുമോ അതോ കാർമലോ ഇൻവോൾവ് ചെയ്ത് അവസാനം ഇപ്പോഴത്തെ ആക്കുമോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അതും തോന്നുന്നില്ല. കാരണം പക്ഷേ എനിക്ക് സങ്കടം തോന്നി ആക്ച്വലി. ഇത്ര നാള് പുള്ളിയുടെ കാർമലോ ആ ടൈറ്റിൽ കൊണ്ട് നടന്നു, നൈസായിട്ട് പുള്ളി അത് ഡിഫെൻഡ് ചെയ്തു. ഒത്തിരി എസ്പെഷ്യലി നല്ല മാച്ചസ് പുള്ളി ചെയ്തു. അപ്പൊ അവസാനം ആയപ്പോഴത്തേന് സംഗതി ആയപ്പോഴത്തേന് ട്രിക്കിന്റെ നെഞ്ചത്ത് കൊണ്ട് വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് തോന്നുന്നു ഇപ്പൊ. അത് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അതിപ്പം അറിയത്തില്ല. ഇപ്പം ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി ഇൻ ദ ബാങ്ക് റെസൽമേനിയ വെച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം. ഇതുപോലെ കുറെ പേർക്ക് എന്നാ പറയുന്നത് പെർഫോം ചെയ്യാനും അവരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം ഈ മണി ഇൻ ദ ബാങ്ക് ഒക്കെ റെസൽമേനിയ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ. കാരണം റെസൽമേനിയ അല്ല ഇവരുടെ മെയിൻ ഇവന്റ്, എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാൻ ആഗ്രഹം കാണും. അപ്പോൾ അവർക്കെല്ലാം ഈ റെസൽമേനിയ ശരിക്കും പറഞ്ഞാൽ മണി ഇൻ ദ ബാങ്ക് ഒന്നും ഒരു എക്സ്ട്രാ പേപ്പർ വ്യൂ ആയിട്ടൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് റെസൽമേനിയ നടത്തേണ്ട ഒരു ട്രഡീഷൻ ആയിട്ട് നടത്തിയിരുന്ന അടിപൊളിയായിരുന്നു, പഴയ പോലെ. അതെ ശരി. അതൊരു ശരിക്കും പണ്ടത്തെ ഓർക്കുന്നില്ല. ഈവൻ അങ്ങനെയാണെങ്കിൽ പോലും ഒരു 6 man ടാഗ് ടീം മാച്ച് അല്ല 6 man ലാഡർ മാച്ചോ അതുപോലെ എന്തെങ്കിലും വെക്കോ, എന്തെങ്കിലും ഒരു അറ്റ്സ്റ്റേക്ക് വേണമല്ലോ, ടൈറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാലേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു ഇത് വെച്ചിട്ട് കാര്യം. ഇപ്പം കാർമലോ ബെൽറ്റ് പോയി, ഇനി പിന്നെ നടക്കുമെന്നായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ടാക്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് എന്നാ പറയുന്നത് ഇപ്പൊ നമുക്ക് കുറച്ച് അധികം ആൾക്കാരുണ്ട്. ഇപ്പൊ US ടൈറ്റിലിന്റെ പിക്ചറിൽ അധികം ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ ഇലിയ ഡ്രാഗനോവ് അതിന്റെ ഒരു സംഗതി പോകുന്നുണ്ട്. ഒത്തിരിയും ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ ആയിട്ട് നടത്താം. കഴിഞ്ഞ വർഷം അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ആക്ച്വലി ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിൽ അങ്ങനെ നമുക്കൊരു ഇതില്ലാഞ്ഞപ്പോഴത്തേന് അവരങ്ങനെ തന്നെ ചെയ്തു. ഫിൻ ബാലറും ഡൊമിനിക്കും പെന്റയും. എന്നാൽ അതുകൊണ്ടായിരുന്നു ആ സംഗതി ഈവൻ നമ്മുടെ റോണ്ടയിൽ നിന്ന് ലൂസ് ചെയ്തപ്പോൾ നമുക്കൊരു ഇതില്ലായിരുന്നു സംഗതി. അത് അത്ര ഫേറ്റൽ 4-way ആയതുകൊണ്ട് ബാക്കിയുള്ളവരെ സേവും ചെയ്യാം, ബാക്കിയുള്ളവരെ കുറച്ചുപേർ എലിവേറ്റ് ആവും. അതെപ്പോഴും വേണം. അല്ലാതെ എപ്പോഴും എല്ലാവരും 1-on-1 ഫ്യൂഡ് ആയി കഴിഞ്ഞാൽ 1-on-1 മാച്ച് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് വിമൻസ് ടാഗ് ടീം ടൈറ്റിൽ അതിലോട്ടുള്ള പ്ലാനാന്ന് തോന്നുന്നു. ഇപ്പം ഈ ആഴ്ച ബെല്ല ടീംസും ഷാർലറ്റ് ഫ്ലെയർ, അലക്സ ബ്ലിസ് എല്ലാം ഇൻവോൾവ് ആയി. ഇനി അടുത്ത ആഴ്ച ഇപ്പം എനിക്ക് തോന്നുന്നത് ലാഷ് ലെജൻഡും അവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ബെയിലിയും ലൈറ വേഴ്സസ് നയ ആൻഡ് ലാഷ്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഇവരെല്ലാം കൂടെ കയറി അവസാനം വലിയൊരു ഫ്യൂഡായി അത് പിന്നെ ഒരു ഫേറ്റൽ 4-way വല്ലതും ആവുമായിരിക്കും. അതെ അതായിരിക്കും. ഇപ്പൊ 4 പേര് തന്നെ 4 ടീം തന്നെ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നു. ബെല്ല ട്വിൻസ്, അലക്സയും ഷാർലറ്റും, ലൈറ വാൽക്കിറിയും ബെയിലിയും പിന്നെ നയ ലാഷ് ലെജൻഡുമായിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്നത് പല വീക്കുകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പോവുള്ളൂ.
അത് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അറിയത്തില്ല, ഇനി ചിലപ്പോൾ ആൾക്കാരെ ആഡ് ചെയ്തെങ്കിലേ ഉള്ളൂ ഇതിനകത്തോട്ട്. ഡിവിഷന്റെ പിന്നെ എന്നാൽ ഒരു ചെറിയൊരു മാച്ച് ഉണ്ടായിരുന്നു. ജൂലിയ നോൺ ടൈറ്റിൽ മാച്ച് ആയിരുന്നു ടിഫനി ആയിട്ടുള്ളത്. അതില് കിയാനയുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഒരു മൈനർ ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. ജൂലിയ വിക്ടോറിയസ് ആയി. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാച്ച് ഇപ്പം ഞാൻ ഓർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടിഫനി ജയിക്കുമായിരുന്നു. ഓക്കെ, ജൂലിയക്ക് ഒരു കണ്ടന്ററായി, ഒരു പക്ഷേ റെസൽമേനിൽ അവർ തമ്മിൽ അതായിരിക്കാം ഫ്യൂഡ്. പക്ഷേ ഇവിടെ ടിഫനി ഇപ്പൊ തോക്കുകയും ചെയ്തു. ടിഫനിയുടെ ആ മാച്ച് ഭയങ്കര സ്ലോപ്പി ആയിരുന്നു. ഞാൻ നോക്കിയിട്ട് ഒത്തിരി സ്ലോപ്പിനെസ് ആയിരുന്നു. ടിഫനിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി അബദ്ധങ്ങൾ പറ്റി. ആ സ്ലോപ്പിനെസ് നമുക്ക് കാണാൻ പറ്റി. പക്ഷെ എന്താണോ അത് ആ ഫ്യൂഡ് ഇപ്പം അല്ലെ ജൂലിയയുടെ സ്റ്റോറി എന്നാ ആയിരിക്കും റെസൽമേനിയ ഇതുവരെ അങ്ങോട്ട് ക്ലിക്ക് ആയിട്ടില്ല. കാരണം ജൂലിയയും കിയാനയും തമ്മിലുള്ള ചെറിയ റിഫ്റ്റ് അവർ ഏകദേശം ഒന്ന് കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ ഒരേ പേജിലാണ് ഇപ്പം. അതുകൊണ്ട് അറിയത്തില്ല അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അത് ഈ ആഴ്ച തോക്കുകയും ചെയ്തു. 3 ആഴ്ചകളും അടുത്ത ആഴ്ച ചിലപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാതിരിക്കാം. അതെ. പിന്നെ റിയ റിപ്ലിയും ബി ഫാബും ആയിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് റിയ റിപ്ലി ഒരു മോർ ഓഫ് ലൈക്ക് 3-on-1 മാച്ച് ആയിട്ട് അത് മാറി. അവസാനം ബി ഫാബും മിച്ചിനും ജെയ്ഡ് കാർഗിലും കഴിഞ്ഞ വീക്കിലും പറഞ്ഞു ഇവരെങ്ങനെ ഇങ്ങനെ ഒരു ഇതായി എന്നുള്ളത് തമ്പുരാൻ അറിയാം. പക്ഷെ ഇതിപ്പോ അറിയാം. അപ്പൊ എന്താണെങ്കിലും റിയ സേവ് ചെയ്യാൻ വേണ്ടി ഇയോ വരുമായിരിക്കും. ഇയോയുടെ കൂടെ ആരായിരിക്കും വരുന്നതെന്നാണ് ഇപ്പൊ എന്റെ ഒരു ഇത്. ആ ഒരു സംഗതി കിട്ടെങ്കിൽ ഒരു കാര്യം കാണുമല്ലോ. ഇയോ ആണെങ്കിലും റിയ സേവ് ചെയ്യാൻ വേണ്ടി വരും. പിന്നെ ഒരാളും കൂടെ കാണും. അതിപ്പോ എനിക്കൊന്ന് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ നമ്മുടെ കൈറി സെയിൻ ആണോ തോന്നുന്നു അല്ലേ? ആയിട്ടുള്ള ഇത് കഴിയുമ്പോഴത്തെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. അത് വരുന്ന ഇതിലൂടെ കാണാം. കാരണം ഇപ്പൊ ഇവർ 3 പേരും ഒരു ഗ്രൂപ്പ് ആയ സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നാല് അല്ല പിന്നെ റിയ റിപ്ലൈ സൂപ്പർ വിമൻ ആയി പോകും. അതും ഇനി അത്രയ്ക്ക് അങ്ങോട്ടൊന്നും പുഷിയൊന്നുമില്ല റിയ റിപ്ലൈ. അയ്യോ അങ്ങനെ എല്ലാവരും എടുത്തിട്ട് പുതുക്കാം. ഓൾറെഡി ജെയ്ഡ് കാർഗിൽ തന്നെ ഒരു വലിയൊരു ഫോഴ്സ് ആണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യത്തില്ലായിരിക്കാം. അതെ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ WWE ചാമ്പ്യൻഷിപ്പ് പിക്ചറാണ്. അതെ, മാറ്റ് കാർഡോണിയും റാൻഡി ആയിട്ടായിരുന്നു മെയിൻ ഇവന്റ്. അതില് ആ മാച്ചിനിടയിലാണ് കോഡി റിട്ടേൺ ആയി ചെയ്തു. കോഡിയും റാൻഡി ആയിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിന്റെ ജെല്ലി റോൾ ഇന്ററപ്റ്റ് ചെയ്തു അല്ലെ? ജെല്ലി റോളിനെ ഇട്ട് പൊതിച്ചു. ജെല്ലി റോൾ പീസ് മേക്കർ ആണ് നോക്കിയത്. റാൻഡിയോടും പറഞ്ഞു എന്നാ നീ ചെയ്യുന്നേ, നീ ചെയ്യരുത് ഇങ്ങനെയൊക്കെ. റാൻഡിയോട് ഒരു ആർക്കി അടിച്ച് ഇറങ്ങിപ്പോ. വൈപ്പറിന്റെ മുന്നിൽ പെരുമാനെ നീ ചെയ്യരുത്. അതല്ല, റാൻഡി ഒത്തിരി ആളെ റാൻഡിയോട്ടന്റെ ആ ഒരു സൈഡ് നമ്മൾ കണ്ടിട്ട്. അതുകൊണ്ട് ഈ ഫ്യൂഡ് ഒരു റിഫ്രഷിംഗ് ഫ്യൂഡാ. ഇത് പോരെ, ഇനിയും വേണം. റാൻഡിയുടെ ആ 2009 സാധനങ്ങളിലോട്ട് തിരിച്ചു വരണം. എന്നാലേ ആ റാൻഡിയുടെ സംഗതിയിൽ പക്ഷെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ എന്നാലേ ആ റാൻഡിയുടെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഈ ഫോണിൽ സംസാരിക്കുന്ന ആരാന്നുള്ളതാ. അതാണ് റിവീൽ ചെയ്യേണ്ടത്. അത് റെസൽമേനിയയിലായിരിക്കും റിവീൽ ചെയ്യുന്നത്. അത് ഹോപ്പ്ഫുള്ളി നല്ലൊരു സർപ്രൈസ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വലിയൊരു ആഗ്രഹം ഷെയ്ൻ മാക്മാൻ ആയിരിക്കണം. കാരണം അവന് പറയുമല്ലോ റെസ്ലിംഗ് ഹാസ് മോർ ദാൻ വൺ റോയൽ ഫാമിലി എന്നാ പറയുന്നത്. അവൻ ആ ഫോം വിളിച്ചേച്ചു. അത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ റെസ്ലിംഗിൽ ഇൻവോൾവ് ആയ ആരാണ്ട് തന്നെയാ ഈ ഫാമിലി ബിസിനസ്. അപ്പം അതെ ഒരുപക്ഷെ ഹോപ്പ്ഫുള്ളി അങ്ങനെ ആകാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കോഡി ഈവൻ ഫ്യൂ വീക്സ് ആബ്സെന്റ് ആയപ്പോൾ റാൻഡി അത് റാൻഡി കഴിഞ്ഞ ദിവസം ഇത് കണ്ട് റാൻഡി മടുത്ത്, റാൻഡി ഇഞ്ചേർഡ് ആയി. എന്താ ഈ ഫ്യൂഡ് കൊണ്ടുപോയി തന്നെ ചുമന്ന് റാൻഡി മടുത്തു പോയെന്നുള്ള രീതിയില് ഈ ഫീഡ് ഞാൻ പ്രതീക്ഷയിലും ബെറ്റർ ആയി വരുന്നുണ്ട്. അത് ഈ റാൻഡിയെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, ഒരു ഹീൽ റാൻഡി. അതുകൊണ്ട് ഈ ഫീഡ് ഒത്തിരി എനിക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഈ ഡ്രൂവിന്റെ പോയല്ലോ, ഡ്രൂവിന്റെയും ജേക്കബ് ഫാറ്റിന്റെ മാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നോൺ സാങ്ഷൻ മാച്ച് ആണെന്നാണ് പറയുന്നത്. അപ്പം അത് എന്നാ പറയുന്നത് നോ റൂൾസ്, ആരും ഇൻവോൾവ് ആകത്തില്ല, ആരും എന്നാ പറയുന്നത് അതിനകത്ത് ഇതെടുക്കത്തില്ല എന്നുള്ള രീതിയിൽ WWE ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല എന്നുള്ള നോൺ സാങ്ഷൻ മാച്ച് ആയിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നൈസാ. ഇപ്പൊ ഡ്രൂവിനൊരു റെസൽമേനിയ മാച്ച് കിട്ടി, അത് ഓക്കെ. പക്ഷെ എനിക്ക് ആ ടൈറ്റിൽ പോയപ്പോൾ ഡ്രൂവിന് ഇതുവരെ അർഹിച്ച ഒരു ആൾക്കാരുടെ മുന്നിൽ ഒന്ന് ചാമ്പ്യനായിട്ട് പെർഫോം ചെയ്യാനോ അല്ല ചാമ്പ്യൻഷിപ്പ് എടുക്കാനോ പറ്റില്ല എന്നുള്ള ഇതുണ്ട്. പക്ഷെ കുഴപ്പമില്ല, റാൻഡി ഓട്ടൻ അതിന്റെ ആ വിടവ് നിരത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇപ്പൊ ഫ്യൂഡ് പോകുന്നു. എനിക്ക് പേഴ്സണലി WWE ചാമ്പ്യൻഷിപ്പ് ഫ്യൂഡാണ് ഇച്ചിരൂടെ ഒരു എന്നാ പറയുന്നത് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്നത് റെസൽമേനിയയിലോട്ട് കടക്കുമ്പോൾ. അതെ, നമുക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നില്ല അത് ഡേ 1-ലായിരിക്കും. ആക്ച്വലി ഡേ 1-ലായിരിക്കും മിക്കവാറും WWE ചാമ്പ്യൻഷിപ്പ്. ഡേ 2-ലായിരിക്കും റോമനും CM പങ്കും ആയിട്ടുള്ളത് പോകുന്നതെന്ന് തോന്നുന്നു മിക്കവാറും. പക്ഷെ നമുക്ക് ഇനി 3 വീക്കും കൂടി ഉള്ളൂ. സംഗതികളൊക്കെ വളരെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടമായിട്ട് ഓരോ ഘട്ടം വെച്ച് റെസൽമേനിയ എന്നുള്ള ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വരുന്ന വീക്കിൽ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം. ഓരോ റിവ്യൂവും ഹൈലൈറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും.
അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വിത്ത് പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.